ഈ ഓണക്കാലത്തും ശുദ്ധവായു ശ്വസിക്കുന്നതിനായി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് എറണാകുളം അമ്പലമുകൾ അയ്യൻകുഴി നിവാസികൾ. പ്രദേശത്തെ HOC BPCL പ്ലാന്റുകൾക്ക് നടുവിൽ നിന്നും പ്രദേശത്തെ 42 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാർ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. പുനരധിവാസം ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. വർഷങ്ങളായി 41 കുടുംബങ്ങളുടെ ദുരിത ജീവിതം 2 പ്ലാന്റുകൾക്ക് നടുവിൽ. HOC BPCL പ്ലാന്റുകളിൽ നിന്നുള്ള വിഷപ്പുകയാണ് ഇവരെ വലയ്ക്കുന്നത്. നിത്യരോഗികളായി മാറിയവരുമേറെ. സ്ഥലം വാസയോഗ്യമല്ലാതായപ്പോൾ നാടും വീടും വിട്ടു മാറിപ്പോകാനും ഇവർ തയ്യാറായി. 41 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവുമിട്ടു. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല. അധികാരികൾ ഉറക്കം നടിക്കലിൽ തന്നെ. എങ്കിലും പ്രതിഷേധങ്ങൾ ഇവർ തുടരുകയാണ്. പട്ടിണിക്കഞ്ഞി വെച്ചായിരുന്നു തിരുവോണനാളിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത്. ശ്വാസം മുട്ടി മരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഉയരുന്നു 40 വർഷത്തിലേറെയായി പ്രശ്നബാധിത മേഖലയാണിത്. മാറി മാറി ഭരിച്ച LDF-ഉം UDF-ഉം ഇവരുടെ ആവശ്യം അവഗണിക്കുകയായിരുന്നു. അയ്യൻകുഴി പറയുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം, കാരണം നിവർത്തിയില്ല. 40 കൊല്ലമായി ഒറ്റപ്പെട്ട ആരും ചോദിക്കാനും പറയാനുമില്ല. ഇലക്ഷൻ ആകുമ്പോൾ കുറെ ആളുകൾ ആട്ടിൻതോരയുടെ ചെന്നായ്ക്കളെ പോലെ വന്ന് കുറച്ച് ഓരോ വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് വോട്ട് തട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. ഇന്നേ വരെ ചെയ്തത് ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തന ഞാനൊക്കെ ഈ കാലത്ത് ഇടപെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ജനകീയ സമിതി രൂപീകരിച്ച് ഒരു പോരാട്ടം നടത്തിയതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കൊച്ചി.